കമ്മല് വേണം. ഭയങ്കര ഞങ്ങളത് പറഞ്ഞോണ്ടിരിക്കുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ജോമോള്. അതെന്താന്നറിയോ, പിന്നീടുള്ള ഗ്രൂപ്പ് ഫോട്ടോസിലും ഒറ്റ ഫോട്ടോസിലും ഞാനില്ല. ജോമോളില്ല. ഞങ്ങളുടെ പാരന്റ്സ് എല്ലാം കൂടെ ചേർന്ന് ഫോട്ടോയിലൊന്നും ജോമോളില്ല. എവിടെ പോയി അന്നേരം? ഞാൻ ജാടയല്ലേ, നിർത്തണ്ടേ കൂടെ. ഞാൻ ജാടയായിരുന്നു. പ്രാവശ്യം റിലീസിന് ചെയ്ത സമയത്ത് ഐ വാസ് ആക്ച്വലി സ്കെയർഡ് ടു സീ മീ ഓൺ സ്ക്രീൻ. എന്തൊക്കെയാ കാണിച്ചു കാരണം പിന്നെ അവസാനം എന്റെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോ സേഫ് ലാൻഡ് ചെയ്തത് വലിയ കേട്ടില്ല, ആരും കുറ്റം പറയില്ല. എന്നോട് പല കുട്ടികളും ഇപ്പൊ കുറ്റി ആന്റി അല്ലേ എന്നൊക്കെ വന്നിട്ട് പബ്ലിക്കിൽ കാണുമ്പോഴേ അങ്ങനെ അല്ല അത് വിളിക്കുന്നത് അങ്ങനെ ചോദിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഞാൻ തെങ്കാശിപട്ടണത്തിലെ കണ്ണന്റെയും ദാസന്റെ ആ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അവരുടെ എനർജിയും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു പടം ഹിറ്റായിരിക്കും. കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അന്ന് ഈ പറഞ്ഞ പോലെ കാരവൻ അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര പ്രോമിനന്റ്. കുറച്ച് ചെയർ ഇങ്ങനെ ഇട്ടിട്ടിരിക്കുന്നുണ്ടാവും. ഹായ്, ഒരു വടക്കൻ വീരഗാഥ റീ റിലീസിന് ഒരുങ്ങാണ്. അപ്പൊ നമ്മളോടൊപ്പം അതിന്റെ വിശേഷങ്ങളുമായുള്ളത് ജോമോൾ, ബിയോൺ, ഡോക്ടർ ആര്യ, അമ്പിളി. വെൽക്കം. ചേച്ചി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴും കുറച്ച് മെമ്മറീസ് ഒക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീ റിലീസ് വരുന്ന സമയത്തെ എങ്ങനെയാ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്? രാവിലെ പെട്ടെന്നാണല്ലോ റീ റിലീസിന്റെ കാര്യം. ഞങ്ങൾ ഗ്രൂപ്പിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും റീ റിലീസിന്റെ ഒരു കാര്യം ഡേറ്റ് പെട്ടെന്നാണ് നമ്മൾ അനൗൺസ് ചെയ്തത്. ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ആ കാര്യം. സംസാരിച്ചു, അപ്പോൾ പടത്തിന്റെ ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എൻ്റെ പടം ഇറങ്ങാൻ പോകാം. അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അവർ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, അറിയില്ല. അങ്ങനെ ഞാനായിട്ട് ഇരുത്തി എൻ്റെ പടം കാണുമെന്ന് നമുക്ക് കാണിച്ചിട്ടില്ല. അപ്പം എല്ലാവരും എക്സൈറ്റഡ് ആണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ MT സാറിൻ്റെ അടുത്ത് പോയിട്ട് MT സാറ് അറിയാലോ, ഇപ്പോഴല്ലേ എൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. എനിക്ക് എന്നെ പണ്ട് കാത് കുത്തിയത് കാത് അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കമ്മലിടാനല്ല, ഞാൻ MT സാറിൻ്റെ അടുത്ത് നേരെ പോയിട്ട് സാർ എനിക്ക് ഒട്ടിക്കുന്ന കമ്മല് വേണം, കമ്മലിടാൻ പറ്റില്ല എനിക്ക്, അതുകൊണ്ട് ഒട്ടിക്കുന്ന കമ്മല് വേണം. ഭയങ്കര ഞങ്ങളത് പറഞ്ഞോണ്ടിരിക്കുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ജോമോള്. അത് ഞങ്ങക്ക് കറക്റ്റ് ഓർമ്മയുണ്ട് കേട്ടോ, അല്ലേ ആര്യ? അതെല്ലാവർക്കും ഓർമ്മയുണ്ട്. അതെന്താന്നറിയോ, പിന്നീടുള്ള ഗ്രൂപ്പ് ഫോട്ടോസിൽ നമ്മൾ ഈ ഗ്രൂപ്പ് ഫോട്ടോസും നമ്മൾ ഇപ്പം സെൽഫി എന്നൊക്കെ പറയും, നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ, നമുക്ക് ഫ്രണ്ട്സ്, ഇവരുടെ ഒറ്റ ഫോട്ടോസിലും ഞാനില്ല. ജോമോളില്ല. ഞങ്ങളുടെ പാരന്റ്സ് എല്ലാം കൂടെ ചേർന്ന് ഫോട്ടോയിലൊന്നും ജോമോളില്ല. എവിടെ പോയി അന്നേരം? ഞാൻ ജാടയല്ലേ, നിർത്തണ്ടേ കൂടെ. ഞാൻ ജാടയായിരുന്നു. ആരും പേടിച്ചിട്ടേ അടുപ്പിക്കുന്നില്ല. പക്ഷേ സത്യമായിട്ട് ജോമോൾ കുറച്ച് എക്സ്ട്രാ സ്മാർട്ട് ആയിരുന്നു നമ്മളെക്കാളും ഒക്കെ. പേടിച്ചിട്ട് അങ്ങനെയൊക്കെ. പക്ഷെ ജോമോളെ ആരും ഒന്ന് ആ കൂട്ടത്തിൽ നിന്നാൽ തന്നെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കും. നമ്മളെല്ലാം കുറച്ചുകൂടി ഒരു പാവം ടൈപ്പ്. ഞങ്ങളൊക്കെ സാധാരണ കുട്ടികളെ പോലെ ഇങ്ങനെ ഒതുങ്ങി നമ്മുടെ ഉണ്ടല്ലോ ഈ ബുള്ളി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഈ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാല്, എനിക്ക് അന്ന് അറിയില്ലല്ലോ ഇത്ര വലിയ ഫിലിമാണ്, അല്ലെങ്കിൽ ഇതൊരു ലെജൻഡ് ആകാൻ പോകുന്ന കാര്യമാണോ ഒന്നും അറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് ഇതുപോലൊരു ക്യാമറയിൽ അപ്പുറത്ത് കൊടുത്ത ആൾക്കാർ നിൽക്കും. പിന്നെ ഹരിഹരനങ്ങൾ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്, അതെനിക്ക് ഓർമ്മയുണ്ട്. ഹരിഹരനങ്ങൾ പറയും മോളെ എല്ലാവരും ഇങ്ങനെ ഇരിക്കും, ഇതിലേക്ക് നോക്കരുത്. അപ്പൊ ക്യാമറ നോക്കരുത്, അതേ അറിയുള്ളൂ. അപ്പൊ അതിലോട്ട് നോക്കരുത്, അപ്പൊ ആദ്യം ചിരിക്കണം, ഇങ്ങനെ നോക്കണം, പിന്നെയും ചിരിക്കണം, ഇത്രയുള്ള ഇൻസ്ട്രക്ഷൻ. അപ്പൊ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ അതിനേക്കാളും നമ്മൾ ഒരുമിച്ച് കളിച്ചത്, അതൊക്കെയാണ് എനിക്ക് കുറച്ചുകൂടി ഓർമ്മ. എനിക്ക് തല്ലുണ്ടാക്കിയത്. അതെ. പിന്നെ പാരന്റ്സും കുറച്ചുകൂടി ബോണ്ടഡ് ആയിരുന്നു, നമ്മുടെ പാരന്റ്സ് തമ്മിലും അവരിപ്പോഴും കണക്റ്റഡ്. പക്ഷെ എന്താ അറിയോ, അന്ന് ഈ സോഷ്യൽ മീഡിയ മൊബൈലൊന്നും ഇല്ലാത്ത കാരണം പക്ഷെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. കത്തെഴുതിയിട്ടുണ്ട്, ട്രങ്ക് ബുക്ക് ചെയ്തൊക്കെ വിളിക്കുന്ന കാലാണ്. കാർഡ്സ് അയച്ചിട്ടുണ്ട്, റോഷൻ ചേട്ടന് കത്തെഴുതിയിട്ടുണ്ട്. അതെല്ലാം എന്നെ പക്ഷെ അപ്പോഴും ആ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഔട്ട്സ്റ്റാൻഡിങ്. ജാനകിക്കുട്ടി ഹരിഹരൻ സാർ തന്നെ പിന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോഴൊക്കെ നിങ്ങൾ കാണുവാണല്ലോ ഈ കുട്ടിയെ പിന്നെ ഒരു നായികയായിട്ട്. പകുതി കഥകളും എന്റെ ജാട കഥകൾ പകുതിയും സാറ് തന്നെയാണ് ആ സമയത്ത് എന്നോട് പറഞ്ഞത്. ഇങ്ങനെയായിരുന്നു. പക്ഷെ ജോയ്ക്ക് നല്ല ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. വലുതായപ്പോ കുറച്ചുകൂടി അല്ലേ മാറ്റമാണ്. ഇപ്പൊ ജാട ഗ്രൂപ്പിൽ ചേർക്കണ്ടല്ലോ. അന്ന് ഈ ഫോട്ടോസ് ഇപ്പൊ നിങ്ങൾ പറയുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഫോട്ടോസിന്റെ കാര്യം പറയുന്ന സമയത്ത് നോക്കുമ്പോ ശരി ഇതിലൊന്നും
കാണുന്നില്ലല്ലോ എന്നുള്ളത് മനസ്സിലാവുന്നത്. അല്ലാതെ ആ ഒരു കൈൻഡ് ഓഫ് സാധനത്തിൽ എനിക്ക് രജിസ്റ്റേർഡ് അല്ല. പക്ഷെ പിന്നീട് ഞാൻ നമ്മളെ കുറെ പ്രാവശ്യം കാണുന്ന സമയത്ത് പിന്നെ പ്രസന്റേഷനിലായിരുന്നു എനിക്ക്, പക്ഷെ അങ്ങനത്തെ ഒരു സാധനം കിട്ടിയിരുന്നില്ല. കാരണം സീനിയർ ആണ്, അതിന്റെ ചെറിയൊരു സാധനം ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ ഉണ്ടാവും സീനിയർ ആണെന്നുള്ളതിന്റെ ചെറിയൊരു ഉണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ വേറെ ഉപദ്രവിക്കാനൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോയപ്പോ എന്തായിരുന്നു? കല്യാണം ഉണ്ട്, അല്ല കല്യാണം ഉണ്ട്. എനിക്ക് ഭയങ്കര ജാടയായിരുന്നു. അല്ല അത് ഞാൻ മനഃപൂർവ്വം നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു സീനിയേഴ്സിന്റെ ഇടയിൽ. ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനത്തെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ചേച്ചിമാരുടെ കൂട്ടത്തിൽ കുറച്ച് ഡാൻസ് പഠിക്കാൻ പോകുമ്പോ കാണാറുണ്ട്. എനിക്ക് സ്കൂളിൽ കുറച്ച് അത്യാവശ്യം ജാട, കാരണം സിനിമ ആ ഒരു ലൈനിൽ വന്നത് നമുക്കറിയില്ല. സിനിമയിൽ നമ്മൾ പാസിംഗ് ഷോട്ടൊക്കെയാണ്, പക്ഷെ എന്നാലും ഫിലിം എന്നുള്ള രീതിയിലുള്ള ഒരു ജാടാന്നുണ്ടായിരുന്നു. പിന്നെ തോന്നുന്നു നമ്മളൊക്കെ ഇങ്ങനെ ബിസി ആയിരുന്നു, ബാക്ക് ടു ബാക്ക് ഇങ്ങനെ സിനിമകളാണ്. സ്കൂളിൽ പോക്കൊക്കെ കുറവാ. സിനിമ ബിയോണ്ട് ഒരുപാട് സിനിമ ഒരുമിച്ച് ആ ഒരു കാലഘട്ടത്തിൽ. പിന്നെ കോഴിക്കോട് സിനിമയുടെ ഒരു ബേസ് ആയിരുന്നു. അതെ. അപ്പൊ എന്തായാലും ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടാവും. അപ്പൊ ഒന്നില്ലേ മിനിതേട്ടനായിരിക്കും അല്ലെങ്കിൽ ബിയോണായിരിക്കും, അങ്ങനെ ഉണ്ടാവും. ഞങ്ങളുടെ ഒരു ജോലി പോലെ ആയിരുന്നു സ്കൂളിലൊക്കെ വല്ലപ്പോഴും പോവാന്നല്ലാണ്ട് അല്ലേ, അങ്ങനത്തെ ഒരു. അല്ല അതിന്റെ ഭയങ്കര പ്രശ്നം സ്കൂളിലുണ്ടായിരുന്നു. കാരണം ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോ നോട്ട്സും കാര്യങ്ങളൊക്കെ പലപ്പോഴും ടീച്ചേഴ്സിന് കുട്ടികൾ ഫാൻസ് ഉണ്ടാവും, അവര് ഇത് തരും. അവര് ബുക്ക് മേടിച്ച് അവരെന്നെ എഴുതി തന്നിട്ടുണ്ട്. പ്രിഫറൻസ് കിട്ടാറുണ്ട്. പിന്നെ അവർക്കൊക്കെ അറിയാൻ താല്പര്യമാണ് എങ്ങനെയാണ് മമ്മൂട്ടിയെ നേരിട്ട് കണ്ടോ, ടീച്ചേഴ്സും കുട്ടികളും ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും കണ്ടോ? ഞാൻ പറഞ്ഞ ശരിക്കും കണ്ടു, റിയലി കണ്ടോ, ശരിക്കും നല്ല സുന്ദരനാണോ, അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കാനും പെട്ടെന്ന് ഞങ്ങൾക്ക് വലിയൊരു വ്യത്യാസം മനസ്സിലാവുന്നില്ല. ഞങ്ങൾ കുട്ടികളായ കാരണം ഞങ്ങൾക്ക് ഇതിന്റെ ഒരു, കാരണം അതിന്റെ വേറൊരു തലം ഞങ്ങൾ അറിയുന്നില്ലല്ലോ. അപ്പൊ ശരിക്കും ഈ മമ്മൂക്കാനെയും സുരേഷ് ഏട്ടനെയും ഒക്കെ കാണുക എന്ന് പറയുന്നത് അതായിരിക്കുമല്ലോ. ഇപ്പൊ അല്ലാതെ ഡയറക്ടേഴ്സിന്റെ ഒന്നും വേറെ ആരെയും അത്ര എക്സൈറ്റ്മെന്റ് കാണില്ല. ആ ഒരു ഇത് എങ്ങനെയായിരുന്നു അഭിപ്രായത്തില്? കാരണം യൂണിറ്റിൽ എല്ലാരും ഒരു 6 വയസ്സുള്ള കുട്ടിക്ക് എല്ലാരെയും കാണുമ്പോ ഒരുപോലെയാണല്ലോ നമുക്കൊരു സിനിമയിൽ കണ്ട അങ്ങനെയില്ല. ഇന്ന് കാണുമ്പോഴാണല്ലോ, ഇന്ന് എന്താ ചിലപ്പോ കൂടെ വന്ന് അഭിനയിക്കുമ്പോഴൊക്കെ നമുക്കൊരു ഇൻഹിബിഷൻസ്, പേടി ഒക്കെ വരുന്നത്. അന്ന് തീരെ കൊച്ചല്ലേ, ഒന്നും മനസ്സിലാവില്ല, പറയണു അഭിനയിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മള് ആലോചിക്കുമ്പോ ഭാര്യ പറഞ്ഞ അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ. മറ്റേത് നമ്മൾ ആ ചിന്താവിഷ്ടയ ശ്യാമളയിൽ പറയത്തില്ലേ, നായിക ചാടുന്നു ക്യാമറ ചാടുന്നു, അതുപോലെ പറയുന്നത് അതുപോലെ തന്നെ നമ്മള് ചെയ്യുന്നു എന്നല്ല. ഇത് കട്ട് പറഞ്ഞിട്ട് വേണം കളിക്കാനോട്. കല്യാണ സീനാണല്ലോ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ മാല എടുത്തത് എനിക്കൊന്ന് സുകുമാരി ആന്റിയാണെന്ന് തോന്നുന്നു. അപ്പൊ എടുത്തായിരുന്നു. അപ്പൊ മാല വാങ്ങിക്കുക, ആന്റിയെ നോക്കി ആദ്യം ചിരിക്കണം, അത് കഴിഞ്ഞ് റോഷൻ ചേട്ടനെ നോക്കി ചിരിക്കണം, പിന്നെ ഇടണം. ഈ ഒരു സീക്വൻസ് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം മോളെ ആക്ഷൻ പറയുമ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടത്, അതും അറിയാം. അപ്പൊ ഞങ്ങളെല്ലാം ഒരു സീക്വൻസ് പോലെ അത് ചെയ്യും. പിന്നെ അതിനകത്ത് സുകുമാരി അമ്മ എൻ്റെ വായിൽ ഇങ്ങനെ പഴം വെച്ച് തരുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ കഴിക്കുന്നുണ്ട്, അഭിനയിക്കുന്നു. അപ്പൊ ചിരിച്ച് കണ്ണുരുട്ടി കഴിക്കണം. അപ്പൊ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡൊക്കെ അത് കാണുമ്പോൾ പറയും, ബാക്കി എല്ലാവരും നാച്ചുറലാണ്, നീ മാത്രം അഭിനയിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാവരും നാച്ചുറലാണ് പറയും. അത് ഞാൻ ചോദിച്ചു അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഓർത്ത് വെച്ചിരുന്നു. ബാക്കി എല്ലാവരും ഇനി എന്ത് പറയും ഹസ്ബൻഡ് ഒന്നുകൂടെ കാണുമ്പോൾ, മാത്രം അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, എല്ലാവരും നാച്ചുറലാണ്. നമ്മൾ കാണുന്നത് തന്നെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി. കാരണം ഇപ്പൊ വലിയേട്ടൻ റിലീസായി. അപ്പോൾ വലിയേട്ടൻ ഇറ്റ്സ് ബീൻ 24 years. ഞാൻ മമ്മൂക്കയുടെ ചെറുപ്പം ചെയ്തല്ലോ. അപ്പോൾ ഇപ്രാവശ്യം റിലീസിന് ചെന്ന സമയത്ത് ഐ വാസ് ആക്ച്വലി സ്കെയർഡ് ടു സീ മീ ഓൺ സ്ക്രീൻ. എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നത്. കാരണം എന്നിട്ട് അവസാനം എന്റെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ സേഫ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. വലിയ കേട്ടില്ല, ആരും കുറ്റം പറയില്ല. പക്ഷെ അതേപോലെയാണ് when you go see you on the screen again, അതായത് ബിഗ് സ്ക്രീനിൽ കാണുകയാണ്. വലിയേട്ടനൊക്കെ അന്ന് കണ്ടുവിട്ടതാ. പിന്നെ നമ്മൾ ടി വിയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫുൾ ഇരുന്ന് കാണാൻ നിൽക്കുന്നില്ലല്ലോ. അപ്പം റീ റിലീസിന് ഫുൾ ക്രൂവിന്റെ കൂടെ ഇരുന്ന് കാണുന്ന സമയത്ത് ഉണ്ടാകുന്നത് അത്ര വലിയ സുഖമുള്ളൊരു പരിപാടിയല്ല, മനസ്സിലായി. മമ്മൂക്കാന്റെ ചെറുപ്പം പിന്നെ എങ്ങനെയാ ഒരു സ്ഥിരമായ സത്യപ്രതാപനായ ആക്ച്വലി 2 പടം ഫേസ് വന്നു എവിടെയോ അല്ലെ. ഇറ്റ്സ് ലൈക്ക് 2 പടത്തില് മമ്മൂക്കയുടെ ചെറുപ്പകാലം ചെയ്തിട്ടുണ്ട്. വലിയേട്ടനിലും ക്രോണിക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ കാലഘട്ടത്തിൽ ആ 2 പടങ്ങളും മേജർ ഹിറ്റുകളായിരുന്നു. സോ എല്ലാരും വിചാരിച്ചു ഞാൻ തന്നെയാണ് ഒരു നമുക്ക് പെട്ടെന്ന് ഓർക്കുമ്പോ ലാലേട്ടന്റെ ചെറുപ്പം മമ്മൂക്കാന്റെ ചെറുപ്പം എന്ന് പറയുമ്പോൾ ഒരു ഫേസ് ആയിട്ട് കുറെ ആൾക്കാരുടെ ചെറുപ്പകാലം ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തില്. അപ്പൊ മേ ബി അതൊരു റീസൺ ആയിരിക്കും. പിന്നെ മമ്മൂക്കയുടെ കൂടെയും ഞാൻ 2-3 പടങ്ങൾ ചെയ്തു.
പക്ഷെ മമ്മൂക്കയുടെ ചെറുപ്പകാലം എന്ന് പറഞ്ഞിട്ട് ഞാൻ ശരിക്കും 2 പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ചെറിയൊരു സ്റ്റാമ്പിങ് ഉണ്ട്, ഒരു ടാഗിങ് ഉണ്ട്. നമുക്ക് പക്ഷെ ഇപ്പോഴത്തെ പടങ്ങൾക്ക് ആരും ഒരു അങ്ങനെ ഒരു ചെറുപ്പകാലം ക്ലെയിം ചെയ്യാൻ ഇപ്പൊ അങ്ങനെ ഒരു ചെറുപ്പകാലം അഭിനയിച്ചു ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ചെറുപ്പകാലം പണ്ട് അന്നത്തെ നിർബന്ധമായിട്ട് ഒരു ചെറുപ്പകാലം എന്ന് ചെറിയ പറഞ്ഞാൽ ഒരു prominent ഹീറോയിന്റെ ചെറുപ്പകാലം ഉണ്ടാവും അല്ലെങ്കിൽ കുട്ടി ആയിട്ടുണ്ടാവും, അങ്ങനെ നിർബന്ധമാണത്. അതെ, ഒരു പാസ്റ്റ് എന്താ അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ആവുമല്ലോ. അപ്പൊ അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് വീപ്പക്കുറ്റി എന്നൊക്കെ പറയുമ്പോ ഓർമ്മ വരുന്നത്. അത് ഇന്ന് ഒരു പക്ഷെ അങ്ങനെ യൂസ് ചെയ്യില്ല അല്ലെ. അത് ഭയങ്കര ബോഡി ഷേമിങ് ആയിരിക്കും. എന്നോട് പല കുട്ടികൾ വീപ്പക്കുറ്റി ആന്റി അല്ലേ എന്നൊക്കെ വന്ന് ചോദിക്കും പബ്ലിക്കിൽ കാണുമ്പോഴേ. മീനിങ് അറിയില്ല. അങ്ങനെ അല്ല, അത് വിളിക്കുന്നത് അങ്ങനെ ചോദിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അല്ല, പുതിയ കുട്ടികൾക്ക് ചിലപ്പോ മീനിങ് പോലും അറിയില്ല. അതെ അതെ അതെ, അങ്ങനെ ചോദിച്ച ആൾക്കാരുണ്ട്. അതിന് എങ്ങനെയായിരുന്നു പിന്നെ? ഇതല്ലേ ഫസ്റ്റ് പടം? വടക്കൻ വീരഗാഥയല്ലേ ഫസ്റ്റ്? നാൽക്കവലാന്ന് പറഞ്ഞു. 2.5 വയസ്സിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ സീനിയറാ? ആദ്യം ചെയ്ത പണി അഭിനയ, പിന്നെ സ്കൂളിൽ നടന്നു തുടങ്ങി തന്നെ അഭിനയിച്ചു. കുറെ സിനിമകൾ വന്നിട്ടുണ്ടല്ലോ. ആര്യനിലുണ്ടായിരുന്നു, വാത്സല്യത്തിലുണ്ടായിരുന്നു. അതെ അതെ അതെ. ഒരുവിധം ക്ലാസിക്കലൊക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം എടുത്തു നോക്കുമ്പോ നല്ല നല്ല മിന്നാരം എല്ലാം ഹിറ്റ് മൂവീസ് ആണ്. അല്ലാതെ അന്നത്തെ ഈ ചെറുപ്പകാലം ഞങ്ങളിപ്പോ പറഞ്ഞ പോലെ അന്നത്തെ ചെറുപ്പകാലത്തിനൊരു പ്രോമിനൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആർട്ടിസ്റ്റുകളെ നോട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ആ പടത്തിൽ അപ്പൊ ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് സമ്മൺ ഒരു അഭിനയിച്ചു പോയി എന്നുള്ളതല്ല, ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു ചെറുപ്പകാലം. അതുകൊണ്ടും കൂടെ ആയിരിക്കാം അന്നത്തെ ചെറുപ്പകാലം അഭിനയിച്ച ആളുകളെ ഇന്നും റീ റിലീസ് ചെയ്തു. റിലീസ് ചെയ്തപ്പോ വിയോൺ പറഞ്ഞതുപോലായിരുന്നു. ഞാൻ ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പം ഞാൻ എന്നിട്ട് മക്കളോട് പറഞ്ഞു, ചിലപ്പോൾ അന്ന് അഭിനയിച്ചതൊക്കെ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല റീ റിലീസ് ചെയ്യുമ്പോൾ. അമ്മ അന്ന് നന്നായിട്ട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു റീ റിലീസിന്. അന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ ഇത്ര പ്രായമായിട്ട് ഞാൻ അന്ന് അഭിനയിച്ചത് ഒന്നുകൂടെ സ്ക്രീനിൽ കാണാന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഭയങ്കര ഒരു എന്താണ് ഒരു ഭാഗ്യം പോലെ തോന്നി. തുളസിയാണ്. അതെ അതെ, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ക്ലാസ്മേറ്റ്സും പലരും തുളസി എന്ന് വിളിക്കുകയും ചെയ്യും. അപ്പൊ ഒരു എന്താണ് ഒരു സ്നേഹമുള്ളൊരു ക്യാരക്ടറാണ്. ചേച്ചി പറഞ്ഞില്ലേ വിനീതേട്ടന് പേടിയായിരുന്നു കല്യാണം കഴിച്ചിട്ട് ശരിക്കും കല്യാണം കഴിക്കേണ്ടി ചാടക്കാരിയെ. അതും എന്നെ പോലെ ഒരാള്. അയ്യോ, അതൊക്കെ വിനീതായിട്ട് തല്ലുണ്ടാക്കുന്നത്. റോഷനായിട്ട് ഞാൻ തല്ലുണ്ടാക്കിയിട്ടുണ്ട്. എനിക്കതൊക്കെ ഓർമ്മ. എന്തൊക്കെയോ കാരണം എനിക്ക് തോന്നുന്നു ഇവരാ മറ്റേ മോഡ് എടുത്തു. കാരണം ഞാൻ ബുള്ളിയാണ്. അപ്പൊ ഇവർ ഓൾറെഡി എന്നെ ഒരു അറ്റാക്കിംഗ് മോഡിലാണ്. പിന്നെ ഞാൻ അവരെ അറ്റാക്ക് ചെയ്യാൻ ചെല്ലുമല്ലോ. അപ്പൊ വരുമ്പോഴേ എനിക്കൊന്ന് വിനീതും റോഷനും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവളെ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കരുത്, ഇവളെ അങ്ങോട്ട് നമ്മൾ പേടിപ്പിച്ചുകൊണ്ടിരിക്കണം, ആ ഒരു ഇത്. അപ്പൊ റോഷനൊക്കെ എന്നെ കാണുമ്പോൾ രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് കാണുമ്പോഴേ ദേഷ്യത്തിലാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് ചെല്ലൂലല്ലോ. പിന്നെ ഇത് കളിയാക്കും കേട്ടോ. ആര്യയുടെ ഒരു റീസെന്റ് ഒരു ഇത് വന്നില്ലേ, ഇന്റർവ്യൂ എന്നെ കുറിച്ച് പറഞ്ഞത്. അത് പക്ഷെ സത്യമാണ്. അതിപ്പോഴാണ് ഞാൻ ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കേൾപ്പിച്ചോട്ടെ. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി ആലോചിക്കുന്നത്, ഓ ഇങ്ങനെയൊക്കെയായിരുന്നു നീ. അപ്പൊ ഞാനിന്ന് ആരെടുത്ത് പറയുന്നത്, പണ്ട് ഈ ഒരു ഗുണ്ടാ പശ്ചാത്തലമുള്ള ആളിപ്പോ മാനസാന്തരപ്പെട്ട അതൊരു വെററ്റ് പോലെ വീഡിയോ കാണിക്കും. ഇപ്പൊ സൂക്ഷിച്ചിരുന്നോളൂ. കല്യാണത്തിന്റെ എന്താ പറഞ്ഞു? അല്ല, അന്ന് നമ്മുടെയൊക്കെ കല്യാണം ആ സീനല്ലേ. അപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോ അത് പറഞ്ഞ് ചിലര് കളിയാക്കും, ഓ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ, നമ്മൾ കണ്ടല്ലോ. അപ്പൊ അല്ല അത് സിനിമയിൽ അഭിനയിച്ചത്, ആ കല്യാണമൊക്കെ കഴിഞ്ഞു, ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാ കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും അന്ന് ഈ പറഞ്ഞ പോലെ വിനീതേട്ടൻ ചിന്തിച്ച പോലെ ചിന്തിക്കുവോ ആ പ്രായത്തിലൊക്കെ? അയ്യോ കല്യാണമൊക്കെ എനിക്ക് പേടിയായിരുന്നു കേട്ടോ, ഇത് കല്യാണം കഴിക്കുന്ന ശരിക്കും ഇത് പ്രശ്നമാവോ. പിന്നെ ഡ്രസ്സ്, കാരണം നമുക്ക് വേറെ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ സാധ്യതയില്ലാത്ത കോസ്റ്റ്യൂം ആണല്ലോ. അതിൽ കുറെ നേരം പിടിച്ചു കളിക്കും ഈ മാലയിലും. അതൊരു എന്റർടൈൻമെന്റാ. കാരണം വെച്ചാൽ നമ്മള് വേറെ സിനിമയിലെ പോലെയല്ലല്ലോ. അപ്പൊ ആഭരണങ്ങൾ തമ്മിൽ നോക്കും. പിന്നെ ഇവരൊക്കെ സുകുമാരിയാന്റെ ഒക്കെ അങ്ങനെയാണല്ലോ, ആ ഡ്രസ്സിൽ ഭയങ്കര എല്ലാരും എന്ത് സുന്ദരിമാരായിട്ടുള്ള ആൾക്കാരല്ലേ. ഭയങ്കര എന്തൊരു ഭംഗിയാ. ഗീത ആന്റി ഒക്കെ പക്ഷെ അവരുമായിട്ട് മമ്മൂക്ക, ബിക്കോസ് നമുക്ക് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ആനക്കോട്ടയിൽ തന്നെ ഞങ്ങളുടെ എടുത്ത് കഴിയുമ്പോൾ പിന്നെ അവരുടെ ഷൂട്ടിംഗ് വരുന്നത് കൊണ്ട് മാത്രം 1-2 പ്രാവശ്യം
കണ്ടു അങ്ങനെ ഓരോ ഓർമ്മ. അല്ലാതെ പക്ഷെ ഡാൻസ് ചെയ്ത് നമ്മളെ കണ്ടിട്ടുണ്ട്. നമ്മളെ പല്ലക്കിൽ പല്ലക്കിൽ ആ കൊണ്ടുപോകുന്നത് പാട്ടിന്റെ അത് ഒരു അത് കഴിഞ്ഞ ഒരു ലേക്കിന്റെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അന്ന് എല്ലാരും ഉണ്ടായിരുന്നു. പീച്ചി അന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവര് തമ്മിൽ ഒരു ഡാൻസ് ഒക്കെ ഇല്ലേ ആ പാട്ടിൽ തന്നെ അവസാനം ഉണ്ട്. കൈയൊക്കെ അതിന് സ്റ്റെപ്പ് ഇടുന്നതൊക്കെ സുകുമാരി ആന്റിയാണ്. അതൊക്കെ എനിക്ക് ഓർമ്മ. അങ്ങനെയാണ് ഞാൻ വെട്ടിലായത്. ഞാൻ പറഞ്ഞു സുകുമാരി സ്റ്റെപ്പ് ഇടുന്നു പറഞ്ഞു. ഉടനെ ജോ എന്താ വിളിച്ച സുകുമാരി? ആ ഞാൻ ടെൻഷൻ. ഞാൻ പറഞ്ഞു അല്ല സുകുമാരി അമ്മ. എന്താ വിളിച്ച? ഞാൻ കേട്ടു സുകുമാരി അല്ല. ഞാൻ പറഞ്ഞു അല്ല, നമ്മൾ അങ്ങനെയല്ലേ നാച്ചുറലി വിളിക്കുള്ളൂ. അപ്പൊ അത്ര അറിയില്ല. അടുത്ത സീനിൽ ഞാൻ പറഞ്ഞു കൊടുക്കും സുകുമാരി അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു പ്ലീസ് പറയല്ലേ. അപ്പൊ എന്റെ ഓർമ്മയില് അന്ന് സുകുമാരി ആന്റിയാണ് ഇവർക്ക് സ്റ്റെപ്പ് ഇട്ട് കൊടുത്തത്. ആ സ്റ്റെപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അപ്പൊ എന്നാ ഇത് മതി. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ പറഞ്ഞതാണ് സുകുമാരി സ്റ്റെപ്പ്. അയ്യോ നെക്സ്റ്റ് സീന് പറഞ്ഞു കൊടുക്കാം. ഞാൻ അത് ജോമോൺ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കും കേട്ടോ. കാണാം. അപ്പൊ നമ്മൾ തിരിച്ച് കാല് പിടിച്ചാലും അങ്ങനെ അയന്ന ടൈപ്പല്ല. സത്യം. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല പ്ലീസ് ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം, അല്ലാണ്ട് പറ്റില്ല. അല്ല അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാനിനി റിപ്പീറ്റ് ചെയ്യത്തില്ല പ്ലീസ്. നമ്മൾ ഈ ടീച്ചറിനോടൊക്കെ പറയത്തില്ല ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല പ്ലീസ്, എന്റെ വായിന്ന് അങ്ങനെ വരത്തില്ല. അപ്പൊ സുകുമാരി ആന്റി എന്ന് വിളിക്കണം കേട്ടോ. അങ്ങനെയാണ് വിളിക്കേണ്ടത്. ആർട്ടിസ്റ്റിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞ ശരി ശരി അതാണ് എപ്പോഴും ഓർമ്മ. ശരിക്കും ഞാൻ പേടിച്ച് വിറച്ചാണ് സീനിലിരുന്നത്. ഈ കുട്ടി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരും. അപ്പൊ എനിക്ക് പേടിയോ പറഞ്ഞു കൊടുക്കാനാണോ എല്ലാരും എന്നെ അറ്റാക്ക് ചെയ്യോ സുകുമാരി എന്ന് വിളിച്ച് ഇത്ര ചെറിയ ആള് ഇത്ര വലിയൊരു ആർട്ടിസ്റ്റിനെ. പക്ഷെ ഫൈനലി പറഞ്ഞൊന്നും കൊടുത്തില്ല. അവിടെ ഇങ്ങനെ ഒരു ജാട സീനൊക്കെ കാണിച്ചതേ ഉള്ളൂ. കയ്യിൽ വെച്ചിരിക്കുവല്ലേ അവരും നമ്മളോട് നല്ല സ്നേഹം. നമ്മളെ മടിയിലൊക്കെ പിടിച്ചിരുത്തി മുടിയൊക്കെ കെട്ടിത്തരും. അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് എല്ലാവർക്കും. അതൊക്കെ ശരിക്കും ഓർമ്മയുണ്ട്. നല്ല ബാലൻകെ നായർ, സുകുമാരി, ഗീത. ആലോചിക്കുമ്പോ ദേവൻ അങ്കിളൊക്കെ. പിന്നെ കളരിയൊക്കെ കാണാൻ പറ്റിയിരുന്നോ അന്ന്? പഠിച്ചു. നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു. ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഞങ്ങൾക്ക് പഠിപ്പിച്ചു. ഇവരാണ് മെയിൻലി പഠിച്ചത്. നമ്മൾ അത്ര നമ്മുടെ കല്യാണം ഒരു സീനില്ലേ ഇവര് സംസാരിക്കുന്നതിന്റെ ഇടയിൽ പിള്ളേരെല്ലാം കൂടെ ഇങ്ങനെ ബാക്കിൽ മുല്ലപ്പൂ വെച്ചിട്ട് ഞാനുണ്ട്. പഠിച്ചതൊക്കെ എനിക്ക് ഓർമ്മ. കോല് വെച്ചിട്ടൊക്കെ അത് ചെയ്തതൊക്കെ ഓർമ്മ. അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു ഈ ജാടയിൽ പ്ലസ് ഞാൻ കളരിയും കൂടെ പഠിച്ചതാണ്. അന്നൊക്കെ ശരിക്കും പഠിപ്പിച്ചിരുന്നെങ്കിൽ ജോമോളൊക്കെ ഞങ്ങൾ തല എഴുതേനെ. ഇന്നത്തെ പോലെയൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിലേ ഇന്നൊക്കെ പോലെ ഒരു 6 മാസം പഠിപ്പിക്കുമല്ലോ നാച്ചുറാലിറ്റി. ഞങ്ങളൊക്കെ തീർന്നേ. സ്കൂളിൽ പോയാലും കളരി എടുക്കുമായിരുന്നു. പിന്നെ എപ്പോഴാ ചട്ടമ്പി പാവം കുട്ടിയായേ? ആര് പറഞ്ഞു പാവായിരുന്നു? പാവൊന്നുമായില്ല. ഇത് കുറച്ചായിട്ട് ഞങ്ങൾ കാണാത്തോണ്ട് കഥ അറിയില്ല, അത്രേ ഉള്ളൂ. അല്ല പൊതുവെ നമ്മൾ കുറച്ചതും പ്രായമൊക്കെ ആവുമ്പോൾ നമുക്ക് അറിയാലോ മെച്ചുവേർഡ് ആവുന്നതിന്റെ അതിന്റെ സമയത്ത് മെച്യൂരിറ്റി കളിക്കും. എല്ലാത്ത സമയത്ത് പിന്നെ കുറെ അടിയൊക്കെ കിട്ടുന്നു പഠിക്കും. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ നിങ്ങള് അഭിനയിക്കുന്നുണ്ടെങ്കിലും കണക്ഷൻ ഉണ്ടാവുന്നില്ലല്ലോ അധികം ഒന്നും. ഇപ്പം നായികയായി വരുന്നു, പിന്നീട് ഒരു കല്യാണം, ചേച്ചിയുടെ കല്യാണമാണല്ലോ കുറച്ചുകൂടെ ന്യൂസ് ആവുന്നതും. അതെ അതെ, കോളിലൊക്കെ സൃഷ്ടിച്ചതും. അപ്പൊ നമ്മളിതൊക്കെ കേൾക്കുവാണല്ലോ, കൂടെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. നിങ്ങളൊരു സൈഡിൽ വർക്ക് ചെയ്യുന്നു, പിന്നെ നിർത്തി പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, MBBS പോകുന്നു. അങ്ങനെ ലൈഫ് മാറുമ്പോ ഏതൊരു സ്റ്റേജിൽ റീകണക്ട് ചെയ്തേ? ആക്ച്വലി നമ്മൾ പിന്നെ റീകണക്ട് ചെയ്ത് എനിക്കൊന്ന് വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കുറച്ച് നാൾ മുമ്പ് വാട്സാപ്പ്. അതെ അതെ, ആ ഗ്രൂപ്പ് ഉണ്ടാക്കും. പിന്നെ അതിൽ വലിയ ആക്ടിവിറ്റി പിന്നെ കുറച്ച് വീണ്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ലാതെ ഞാൻ ആര്യെ കണ്ടിട്ടുള്ളത് ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിനെ കണ്ടു. അതെ അതെ, അന്ന് കണ്ടു. പിന്നെ അന്ന് ഈ മൊബൈൽ അല്ലെങ്കിൽ വാട്സാപ്പ് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ഇല്ലല്ലോ. കാണും. ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് നാളെ കത്തൊക്കെ എഴുതിയിട്ടുണ്ട് റോഷൻ ചേട്ടനൊക്കെ. പിന്നെ അതും നിന്നു. പിന്നെ ബിയോൺ ഒരിക്കൽ നമ്മൾ ഇടയ്ക്ക് വിളിച്ചെന്തോ സംസാരിച്ചിട്ടുണ്ട്. അമ്പിളിയായിട്ടൊന്നും ഒരു കോണ്ടാക്ട് ഇല്ല. ഇന്നാണ് കാണുന്നത്. ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അമ്പിളി പിന്നെ പല സിനിമകളും കണ്ടോണ്ട്. അപ്പൊ നമ്മൾ അന്ന് വന്ന കുട്ടിയാണല്ലേ എന്നൊക്കെ നമ്മൾ പറയും. അത്രയൊക്കെ തന്നെ. പറഞ്ഞ പോലെ സുരേഷ് ചേട്ടനുമായിട്ടൊരു കണക്ഷൻ ഒരു ബ്രദർ തന്നെയാണല്ലോ, എപ്പോഴും പറയാറുണ്ട്. അന്ന് പരിചയപ്പെട്ടിരുന്നോ? അന്ന് പരിചയപ്പെട്ടിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിചയപ്പെട്ട സമയത്ത് അന്ന് ഞാൻ ഇങ്ങനെ
അന്ന് ഞാൻ ആ പല്ലക്കിലുള്ള ഒരു പാട്ട് അത് കാര്യം സുരേഷ് അതൊന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം നമുക്ക് അതിലല്ല ഇൻട്രസ്റ്റ്. അമ്പിളി പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞ് എപ്പോ കളിക്കാൻ പോവാം, ഇത് കഴിഞ്ഞ് എപ്പോ കളിക്കാൻ പോവാം. അല്ല ഞങ്ങളിവിടെ കളിക്കാൻ വരാത്ത സ്ഥിതിക്ക് ചിലപ്പോ അതന്നെ ഇല്ല, അന്ന് കഴിപ്പിനും പ്രയോറിറ്റി ഇല്ല, കളി അങ്ങനെ. എനിക്ക് ചോക്ലേറ്റ് ഒക്കെ തന്നിട്ടുണ്ടാവും തോന്നുന്നു പല ഇതിലെനിക്ക് ഓർമ്മയില്ല. സാധാരണ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരൊന്ന് ടാക്കിൾ ചെയ്യാൻ ഇടയ്ക്ക്. അല്ല ചോക്ലേറ്റ് തന്നാലേ അഭിനയിക്കുന്നു പറഞ്ഞല്ലോ. ഞാനേ കുട്ടിയില്ല പറഞ്ഞേ. അതൊരു ബെറ്റിന്റെ പുറത്ത്. ഓ ഞാൻ ഇതാന്ന് വിചാരിച്ചു. പൊതുവെ ലൊക്കേഷൻസിൽ നമ്മൾ ടാക്കിൾ ചെയ്യേണ്ട എന്താ പറയാ അസ്ത്രം പോലെ യൂസ് ചെയ്യണ സാധനം ചോക്ലേറ്റ്. അപ്പൊ ഒരു പെട്ടിയിൽ നിറച്ചുണ്ട്, അപ്പൊ അതിങ്ങനെ വന്ന് കൊണ്ടുതരും. അപ്പൊ അത് അന്ന് അങ്ങനെയായിരുന്നു. ചോക്ലേറ്റ് ഉണ്ടായിട്ടുണ്ടാവണം. എനിക്ക് ഓർമ്മയില്ല, എനിക്ക് കിട്ടിയില്ല. ഞാൻ തന്നിട്ടുണ്ടോന്ന് ഓർമ്മയില്ല, അന്ന് ഒരുപാട് കുട്ടികൾ ഉള്ളത് കൊണ്ട്. ജോമോൾ എടുത്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയോന്ന് ഫാൻസ് ഉണ്ട്. ഇന്നിപ്പോ എനിക്കൊന്നും അറിയാത്തവരെ എല്ലാം തെളിയാത്ത കേസും നമുക്ക് അവിടെ ഏൽപ്പിക്കാം. ഒന്നും ഓർമ്മയില്ലല്ലോ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, രാവിലെ എത്തും സെറ്റില്. നമ്മളെല്ലാരും രാവിലെ വളരെ ഏർലി മോർണിംഗ് എത്തും. നമുക്കൊരു ടൈം ഒന്നുമില്ല, രാവിലെ തന്നെ എണീക്കുക, കുളിക്കുക, സെറ്റിൽ വരിക, പിന്നെ മേക്കപ്പ്. പിന്നെ എത്രയോ ദിവസം നമ്മൾ ഷൂട്ടിന് വന്നിട്ടില്ലേ, നമുക്ക് ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ ചില ദിവസങ്ങൾ ഷൂട്ട് ഇല്ലാണ്ടിരിക്കും. അതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. രണ്ടുപേരും ഉർവശി മാമിന്റെ കൂടെയല്ല, പക്ഷെ അല്ലിമലർക്കാവിലായിട്ടും തുളസിയായിട്ടും ഓർക്കുമ്പോ അന്ന് എങ്ങനെയായിരുന്നു, കണ്ടിട്ടുണ്ടോ ലാലേട്ടൻ ഉർവശി കോമ്പോ? ഭയങ്കര വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ. കാരണം അവരെയൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നത്തേക്കാളും ഭയങ്കര ക്ലോസ് നെറ്റ് ആണ് എല്ലാവരും. കാരവൺ ഇല്ല, എല്ലാവരും ഒരുമിച്ച് ഇരിക്കുന്നു അങ്ങനെ. അപ്പം അവരുടെയൊക്കെ നല്ല സ്നേഹമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഭക്ഷണം കഴിപ്പിക്കും ഞങ്ങളെ കൊണ്ട്, പിന്നെ ഇതുപോലെ കുളിപ്പിക്കുക വരെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിപ്പിക്കും. അവരുടെ റൂമിൽ തന്നെ ഞങ്ങൾ ഉണ്ടാവുക, ഞങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ അവര് നമ്മളെ കൊണ്ടുപോകും. പിന്നെ അവർ ചിലപ്പോൾ ഡ്രസ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് തരും. അങ്ങനെ ഞങ്ങൾക്ക് ഫുൾ എന്റർടൈൻമെന്റ് ആണ്. ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് മൊത്തം എന്താ പറയാ, ഇതുപോലെ ഈ കാരവൻ ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഒരുമിച്ചിരുന്നാണ്. അപ്പൊ അവര് ചെയ്യുന്നൊക്കെ ഞങ്ങൾക്കും ചെയ്തു തരും, മേക്കപ്പ് ചെയ്ത് തരും. അവര് എക്സ്പെരിമെന്റ്, വാട്സാപ്പ് ഒന്നും ഇല്ലല്ലോ, ഫോണൊന്നും ഇല്ലല്ലോ, ഞങ്ങളായിരിക്കും അവരുടെ എന്റർടൈൻമെന്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സത്യനന്ദിക്കാട് സാറിന്റെ മൈ ഡിയർ മുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അതിനകത്ത് ഉർവശി ചേച്ചി എനിക്ക് മുടിയൊക്കെ കെട്ടിത്തരുന്നത് ഉർവശി ചേച്ചി. ഭയങ്കര കെയറിങ്. അവരുടെ ഫാമിലി മൊത്തം കേട്ടോ, കൽപ്പനയാണെങ്കിൽ അവര് മൂന്നുപേരും ഭയങ്കര കെയറിങ് ആയിട്ടുള്ള. പൊതുവെ എല്ലാവരും ആ സമയത്തുള്ള എല്ലാവരും അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇതൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഫൈനലി ഞാൻ തെങ്കാശിപട്ടണത്തിലെ കണ്ണന്റെയും ദാസന്റെ ആ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അന്ന് അങ്ങനെ ഒരു ഫൈറ്റ്, അത്യാവശ്യം പണിയെടുക്കേണ്ട ഒരു ഫൈറ്റ്. അത്യാവശ്യം പണിയെടുത്ത ഫൈറ്റ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു സിനിമയില് ഞാൻ ചെയ്ത ആദ്യത്തെ ഫൈറ്റ് മേബി അങ്ങനെ ആ ഒരു രീതിക്ക് ചെയ്തൊരു പൊള്ളാച്ചിയായിരുന്നു ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. 2-3 ദിവസം ഉണ്ടായിരുന്നു ആ ഫൈറ്റ്. പിന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം ഒന്നാമത് ആ പടം ഓൾമോസ്റ്റ് കുറേ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ചെറുപ്പകാലത്തിൻ്റെ പോർഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ നമുക്ക് അവരുടെ എനർജിയും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു ഇത് ഒരു പടം ഹിറ്റായിരിക്കുമല്ലോ. കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അന്ന് ഈ പറഞ്ഞ പോലെ കാരവനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര പ്രോമിനന്റ്, കുറച്ച് ചെയർ ഇങ്ങനെ ഇട്ടിട്ടിരിക്കുന്നുണ്ടാവും. സൂപ്പർ സ്റ്റാർസ് ആയാലും എല്ലാവരും എല്ലാവരും, ലാൽ സാറാണെങ്കിലും അല്ലെങ്കിൽ ദിലീപേട്ടനാണെങ്കിലും എല്ലാവരും. പിന്നെ തമാശ പറച്ചിലും അങ്ങനെയൊക്കെ, അതൊക്കെ അങ്ങനെ സമയം പോകുന്ന അറിയില്ല. ഫോർ ദാറ്റ് മാറ്റർ ഇന്ന് ഞാൻ വീട്ടിൽ പറയുമ്പോഴും നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് പോകുന്നത് പുറത്ത് ഉള്ള സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ ഡ്രസ്സ് മാറാൻ സ്ഥലമില്ലെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റ്സ് എല്ലാവരും അങ്ങനെയാണ് നമ്മൾ ഡ്രസ്സ് പോലും മാറിയിട്ടുണ്ടായിരുന്നത്. ഒരു വീട് ഒന്നെങ്കിൽ അടുത്ത വീട് അല്ലെ അതും ഇല്ലാത്തൊരു സമയത്ത് ബെഡ്ഷീറ്റ്സ് കവർ ചെയ്ത് ഹെയർ ഡ്രസ്സർമാരും ആരാ ലേഡീസ് ആരാളെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയായിരുന്നു. വടക്കൻ വീരഗാഥ ഒന്നുകൂടെ കാണാൻ ഞങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ്. താങ്ക് യു സോ മച്ച്. ഞങ്ങളും അതെ, താങ്ക് യു.